ഇങ്ങനെ എടുത്തതാണ്. ഹാളിലെ ഒരു വാതിൽ തുറന്നു കിടക്കുക. അതിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു മർത്തോമൈറ്റ് ഫാമിലി ഉണ്ട്. നടുവിൽ ഒരു റോഡാണ്. ഒരു മഴക്കാലമാണ്. നല്ല പായലുണ്ട് ആ റോഡിൽ. ഒരു കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ ഒരു തമിഴ്നാട്ടിലെ ഒരു സ്ത്രീ, നമ്മുടെ നാട്ടിലേക്ക് തമിഴ്നാട്ടുകാരെ ഭിക്ഷയാചിക്കാൻ വരുന്നത്, അവർ വന്നിട്ട് ആ തൊട്ട് ഫ്രണ്ടിലുള്ള മാർത്തോമൈറ്റ്സിന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പാത്രം നേടിയിട്ട് അമ്മ വല്ലതും തരണേ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ അപ്പോഴാണ് മനസ്സിലാക്കിയത് ജനലിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. പിള്ളേരെ ഓടിപ്പോയി വാതിലിന്റെ സൈഡിൽ ഭാഗത്തുനിന്ന് ഈ സ്ത്രീ ഇറങ്ങി വന്നിട്ട് അവരുടെ പാത്രത്തിൽ കുറച്ച് പിടി അരി ഇട്ട് കൊടുത്തു. അമ്മ വാതിൽ അടയ്ക്കാൻ വേണ്ടി ജനൽ അടച്ചിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഈ തമിഴ്നാട്ടുകാരി സ്ത്രീ ഇങ്ങനെ തിരിച്ച് നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, മഴക്കാലമാണ്, റോഡിൽ പായലുണ്ട്, തെന്നി വീഴും, വഴുകലുണ്ടാകും, സൂക്ഷിച്ചു പോകണം. അപ്പൊ എന്റെ അമ്മ അവിടെ നിന്ന് ആലോചിച്ചു, ജീവിതവും ഇങ്ങനെയാണ്. മഴക്കാലം വരാം, പായലുണ്ടാവാം, വഴുകലുണ്ടാവാം, തെന്നി വീഴാം. അന്ന് അമ്മ കയറിയിട്ട് ആ കയറ് അയച്ചു മാറ്റി. ഇതോടെ ഞാൻ നിങ്ങളുടെ വർഷങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. അന്ന് അമ്മ എന്നോട് പറഞ്ഞൊരു സെന്റൻസാണ്. ഏതാണ്ട് ചെറിയ സെന്റൻസുകളാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഈ 3 സെന്റൻസുകളാണ് എന്റെ അമ്മയുടെ ജീവിതം മാറ്റിമറിച്ചത്. ജീവിതത്തിൽ മഴകളുണ്ടാവാം, മഴക്കാലം ഉണ്ടാവാം, ഒരു കോൺക്രീറ്റ് റോഡിൽ പായലുണ്ടാവാം, വഴുക്കലുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒട്ടേറെ അപരിചിതം മാറ്റി എഴുതിയ എന്റെ ജീവിതം. എനിക്കറിയില്ല, ഒഞ്ചേരി സാറിന്റെ ഒരു കൃതിയുണ്ട്, ഈ വിളക്ക് നിങ്ങളുടെ, ഈ വെളിച്ചം നിങ്ങളുടേതാണ്. എ.കെ. ഗോപാലനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എഴുതാൻ തോന്നുന്നു. ഞാൻ പറയുന്നു, എന്നിലെ സിവിൽ സർവീസ് വെളിച്ചം നിങ്ങളുടേതാണ്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് വിവരാവകാശ നിയമപ്രകാരം അടൂർ ആദ്യ ഓഫീസിൽ പോകുമ്പോൾ അന്ന് രത്തൻ കേൾക്കർ എന്റെ വിവരാവകാശ ആപ്ലിക്കേഷൻ കണ്ടിട്ട് 2005 അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെയും സർക്കാർ നിയമങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു സബ് കളക്ടറുടെ അധികാര പരിധിയെ കുറിച്ച് അറിയുമ്പോഴൊക്കെ അഭിമാനം തോന്നിയെന്നുള്ളൊരു നിമിഷത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. കോഴഞ്ചേരിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിലെ ഒരു സദസ്സിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കേണ്ടി വരുന്നു. അതും ഒട്ടേറെ തവണ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയ ഡൽഹിയിൽ നിന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഗുരുവിനെ സാക്ഷി നിർത്തി വായിച്ച മാത്രം വന്നിട്ടുള്ള 2 തവണ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് മേടിച്ചിട്ടുള്ള ഓംചേരി സാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമായ അനുമോദനങ്ങൾക്ക് നന്ദി പറഞ്ഞു